ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൺഗ്രാറ്റുലേഷൻസ് അച്ഛൻ. താങ്ക് യു. അച്ഛൻ ജയിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു അച്ഛൻ ജയിക്കണേന്ന്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പുറത്ത് സാറിനെ കാണാൻ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. സാറ് പുറത്ത് വന്ന് അവരെ ഒന്ന് കണ്ടാല്. മീഡിയ എത്തിയിട്ടുണ്ടോ? മീഡിയക്കാര് രാവിലെ തൊട്ട് ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കുകയാണ് സാർ. ആരേത്? വരൂ. കൺഗ്രാറ്റുലേഷൻ മിസ്റ്റർ വർമ്മ. താങ്ക് യു. അതിനിതുവരെ റിസൾട്ട് വന്നില്ലല്ലോ. ഇത്രയും വമ്പിച്ച ഭൂരിപക്ഷം ഉണ്ടായിട്ടും റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കൽ ക്ഷമയൊന്നും എനിക്കില്ല വർമ്മേ. അതിനെടുക്ക്. ദീപകെ ഒരു പിക്ക് എടുത്ത് തന്നെ. വർമ്മേ, ഞാൻ പറഞ്ഞു വന്നതേ. വർമ്മ സാറേ, വോട്ടെണ്ണല് കഴിഞ്ഞു. സാറ് ജയിച്ചു. കഴിഞ്ഞ തവണത്തെ പോലെ ഇരട്ടി ഭൂരിപക്ഷ. അവന്മാരോട് പടക്കം പൊട്ടിക്കാൻ പറയും. പറയാം, പറയൂ. മോനെ പ്രതാപ, ചേച്ചിക്ക് സന്തോഷമായി. സിബി, ഈ പടക്കം പൊട്ടിക്കലിന്റെ ആവശ്യമൊന്നുമില്ല. ദിവ്യം കുഞ്ഞുങ്ങൾക്ക് ഉള്ളല്ലേ. പ്രതാപ, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ ഞാനിപ്പോ വരാം. ക്ലബിലെ എന്റെ എല്ലാ ഫ്രണ്ട്സിനോടും എനിക്കൊന്ന് വിളിച്ച് സംസാരിക്കണം. കനകലതേ, ഇരിക്കൂ കേട്ടോ, ഞാനിപ്പോ വരാം. ശരി. സംസാരിക്കണോ? ഹലോ. ചന്ദ്രേട്ടാ, നമസ്കാരം. CUI-യുടെ ശക്തനായ നേതാവ് പ്രതാപവർമ്മയ്ക്ക് അഭിനന്ദനങ്ങൾ. ചന്ദ്രേട്ടാ, എന്തിനാ നമ്മളുടെ ഇങ്ങനെ ഭംഗി വാക്കുകളും പ്രശംസയൊക്കെ? അത് വേണമല്ലോ വർമ്മയെ. അർഹതയുള്ളവർക്ക് അവർ അർഹിക്കുന്ന അംഗീകാരം കൊടുത്തേ മതിയാകും. അതാണ് അതിന്റെ രീതിയെന്ന് തനിക്കറിയാമല്ലോ. അറിയാം ചന്ദ്രേട്ടാ. ചന്ദ്രേട്ടൻ ഇത്രയും വലിയ വാക്കുകൾ പറയുമ്പോ അതിന്റെ പിന്നിലെന്തോ വലിയ കാരണമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതെ, അത് സത്യമാണ്. ഇത്തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ച കാൻഡിഡേറ്റ് താനാണ്. ജനങ്ങൾക്കിടയിൽ തനിക്കുള്ള ആ സ്വീകാര്യതയ്ക്ക് തക്കതായ ഒരു സ്ഥാനം തന്നെ തനിക്ക് നിയമസഭയിൽ ലഭിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പാർട്ടി സെക്രട്ടറിയോട് ഞാൻ സംസാരിച്ചു. ചന്ദ്രേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രി സ്ഥാനം. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി തന്നെ നിയമിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതെങ്ങനെ ശരിയാവും ചന്ദ്രേട്ടാ? ചന്ദ്രേട്ടനെ പോലെ ഒരു മുതിർന്ന നേതാവുള്ളപ്പോ ഞാൻ എങ്ങനെ CM ആവുന്നേ? അത് ശരിയാവില്ല. പ്രായത്തിലോ പ്രവൃത്തി പരിചയത്തിലോ അല്ല കാമ്പുള്ളത്. ജനങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നടപ്പിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് എന്റെ വിശ്വാസം. ജനങ്ങൾക്കിപ്പോ തന്നെയാണ് ആവശ്യം. അവർക്ക് വേണ്ടി താനാവണം അടുത്ത CM. ജനങ്ങൾക്ക് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടി.
എന്നെ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചിട്ട് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യാനാ ചന്ദ്രേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്? ആരോഗ്യവകുപ്പ്. എന്റെ ഗുരുസ്ഥാനീയനായ ചന്ദ്രേട്ടനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. അപേക്ഷയായിട്ട് മാത്രമല്ല, ചന്ദ്രേട്ടൻ എന്നെ സ്തുതിച്ചു പറഞ്ഞ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച കാൻഡിഡേറ്റ് എന്ന രീതിയിലും പാർട്ടി അനുഭാവി എന്ന രീതിയിലും എന്റെ തീരുമാനം ഞാൻ പറയുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, ഞങ്ങളുടെയൊക്കെ തലവനായി ഒരു മികച്ച ഭരണം കേരള ജനതയ്ക്ക് നൽകിയ ചന്ദ്രേട്ടൻ തന്നെ ആയിരിക്കണം കേരളത്തിന്റെ അടുത്ത CM. ചന്ദ്രേട്ടൻ കൈകാര്യം ചെയ്യായിരുന്ന ആരോഗ്യവകുപ്പ് ഞാൻ ഏറ്റെടുത്തോളാം. എടോ വർമ്മ, അത് ഞാൻ പറഞ്ഞല്ലോ, ഇതെന്റെ അവസാനത്തെ തീരുമാനം. ഒരു വീട്ടില് മുതിർന്നവരുള്ളപ്പോ അവർക്ക് മുന്നിൽ കാലിന് മുകളിൽ കാലെടുത്ത് വെച്ച് ഇരിക്കരുതെന്നാണ് എന്റെ അച്ഛനമ്മമാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. തന്നോട് ഞാൻ ഇനി എന്തു പറയാനാ? ഞാൻ വീട്ടിലേക്ക് വന്ന് ചേട്ടന് നേരിട്ട് കണ്ടോളാം. ഇന്ന് തന്നെ വരാം. ശരി, ഓക്കെ. ശരിയേട്ടാ. എന്നാലും പ്രതാപ, ഈ CM പദവിയൊക്കെ വേണ്ടാന്ന് വെക്കുകയെന്ന് പറഞ്ഞാൽ നമുക്കിനിയും സമയമുണ്ടല്ലോ സാഗരാജ. റോഹ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഓർമ്മയുടെ ഗ്രേറ്റ്നസ്. ഏയ്, അതെനിക്ക് മനസ്സിലായ അച്ഛാ. ആ, ശ്രുതിക വന്നല്ലോ. കൺഗ്രാറ്റുലേഷൻസ് അച്ഛാ. താങ്ക് യു. അച്ഛൻ ജയിച്ചതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു അച്ഛൻ ജയിക്കണേന്ന്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഏയ്, എന്താ മോളെ, എന്തിനാ കരയുന്നേ? മോളിങ്ങനെ വിഷമിച്ചില്ലെങ്ങനെയാ? അച്ഛൻ ജയിച്ചു തരുക, മോള് സന്തോഷിക്കല്ലേ വേണ്ടത്? ഇനി വിഷമിക്കല്ലേ?